ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നലെ അമ്മയോട് എനിക്ക് പൊതിച്ചോറ് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് വേണ്ടി അമ്മ രാവിലെ തന്നെ എല്ലാം സെറ്റാക്കി ഒരു വാഴയില വാട്ടി അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ ഉപ്പൊക്കെ തിരുമ്മി കുറച്ച് നല്ല ചൂട് ചോറ് വിളമ്പി, തേങ്ങാ ചമ്മന്തി വന്നു, പൊരിച്ച ചിക്കൻ വന്നു, പിന്നെ ഉപ്പേരി വന്നു, പിന്നെ കോഴിമുട്ട പൊരിച്ചത് വന്നു, അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മുടെ പപ്പടവും വന്നു. അങ്ങനെ ഐറ്റംസ് എല്ലാം വെച്ച് കഴിഞ്ഞു. അതിന് ശേഷം ഇനി നമുക്കിതെല്ലാം നല്ല വൃത്തിയായിട്ട് പൊതിയണം. അപ്പം അമ്മ നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞ് തന്നിട്ടുണ്ട്. അങ്ങനെ നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞ് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതെടുത്ത് കഴിക്കാം. കുറച്ച് കഴിഞ്ഞിട്ടല്ല, ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഒരു മണിയൊക്കെ ആയിട്ട്, ഒരു 1-1:30 സമയമായിട്ട് നമുക്കെടുത്ത് കഴിക്കാം. Meanwhile, a few moments later. ഫൈനലി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പം നമുക്ക് നമ്മുടെ പൊതിച്ചോറ് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ, എങ്ങനെ ഉണ്ടെന്ന്. കണ്ടില്ല, തുറക്കുമ്പോൾ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. ആഹാ, സൂപ്പർ സെറ്റായിരുന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് കുഴച്ച് കഴിച്ച് നോക്കാം. ആദ്യം നമുക്ക് ആ ഉപ്പേരിയും ചമ്മന്തിയും പിന്നെന്താ കോഴിമുട്ടയും പൊരിച്ച ചിക്കനൊക്കെ ഒന്നൊന്നായിട്ട് ഓരോന്നായി ടേസ്റ്റ് ചെയ്ത് വെക്കാം. ഈ ഉപ്പേരി നമ്മുടെ ഉണ്ണിത്തട്ടയും ചെറുപയർ പുഴുങ്ങിയതും കൂടി രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഉപ്പേരിയായിരുന്നു. സോ അതെനിക്ക് ഫേവറേറ്റ് ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായി. എനിക്ക് ഇതുണ്ടെങ്കിൽ വേറെ കറി ഉണ്ടാകുന്ന ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ കറിയൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉപ്പേരിയും കോഴിമുട്ടയും ചമ്മന്തിയാണെങ്കിൽ ചുവന്ന ചമ്മന്തിയായിരുന്നു, തേങ്ങ ചമ്മന്തി. അതായത് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടില്ലെങ്കിൽ ഉള്ളി കൂടുതലിട്ട ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ അമ്മയോട് പ്രത്യേകം പറഞ്ഞിട്ട് ഉള്ളി കൂടുതലിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി കുഴച്ച് തിന്നാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മ എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ എന്തൊക്കെയോ നാട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുന്നത് നോക്കി അമ്മ ഓരോ കഥകളും പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു അബദ്ധം മനസ്സിലായത്. കുറച്ച് കൂടുതലായിരുന്നു ചോറ്. എന്ത് ചെയ്യാനാ, എൻ്റെ ഐഡിയ ഇപ്പോൾ അമ്മ പൊതിയുമ്പോഴേ അമ്മ പറഞ്ഞിട്ട് കുറച്ച് ചോറ് മതി. ഞാനാ പറഞ്ഞത് കുറച്ചും കൂടി ഇട്ടെന്ന് പറഞ്ഞ് കൂടുതലിട്ട്. ഇപ്പോഴാണ് എനിക്ക് തിന്ന് തീർക്കാനും പറ്റുന്നില്ല. അങ്ങനെ അവസ്ഥ. അമ്മ പറഞ്ഞ് തിന്ന് കഴിഞ്ഞിട്ട് എണീറ്റാൽ മതിയെന്ന് പറഞ്ഞു. തിന്ന് കഴിയുന്നവരെ അമ്മ അവിടെ ഇരിക്കുന്നു. വേസ്റ്റാക്കാനും പറ്റത്തില്ല, എൻ്റെ ഐഡിയ പോയില്ലേ. ഇപ്പോൾ സെറ്റ് സാധനമായിരുന്നു. എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തിയും ചെറുപയറും എന്താ പറയുക ഓംപ്ലേറ്റും എല്ലാം കൂടി കൂട്ടി കഴിക്കാൻ. അത് പിന്നെ പൊതിച്ചോറും കൂടി ആക്കിയാൽ പിന്നെ സെറ്റല്ല. വായലിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രത്യേകമാണല്ലോ. അങ്ങനെ ഞാൻ അതങ്ങ് കഴിച്ച് തീർത്തു. കുറച്ച് കഷ്ടപ്പെട്ട് തീർക്കാൻ. വല്ലാത്തൊരു ക്ഷീണം. ഇനിയൊന്ന് കിടക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. ബൈ.